ഓക്കെ, ഇപ്പോൾ +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ? ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 17ാമത്തെ ക്വസ്റ്റ്യനിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആയത്. ഞാൻ ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പ്രോമിസ് തന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രോമിസ് ഇപ്പം നിറവേറ്റുവാണ്. അപ്പോൾ ഇതാ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഒരു NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ ആയത്. ഇത് നിങ്ങൾ NCERT ക്വസ്റ്റ്യൻ ചെയ്ത് മുൻപ് ശീലമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇതിൽ എന്താണ് ഈ പറയുന്ന നമ്മളെ കുറച്ച് പ്രോപ്പർട്ടീസും, അതായത് ഒരു നമ്മളെ sin x + sin y അങ്ങനത്തെ ഒരു ഫോർമുലയും, പിന്നെ ഈ പറയുന്ന നമ്മളെന്താണ് നമ്മളെ cos 2x ഒരു ഫോർമുലയൊക്കെ കയറി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം അത് എന്താണെന്നുള്ളത്. നമുക്കിപ്പോൾ LHS sin 2x + 2 sin 4x + sin 6x എന്താണെന്ന് പ്രൂവ് ചെയ്യണം. RHSന് ഈക്വലാന്ന് പ്രൂവ് ചെയ്യണം. 4 cos square x × sin 4x. ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നടുക്കത്തെ ടേമിനെ ഞാൻ ഇവിടെ തന്നെ വെച്ച്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇതും കൂടി ഞാനിനി ആഡ് ചെയ്യാൻ പോവാം. sin 2x ചുവപ്പ് ഭാഷയിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ചെയ്താൽ പ്ലസ് ഇവിടെയുള്ള ടേം sin 6x. അതായത് ഈ ഗ്രൂപ്പിംഗ് ഓഫ് ടേംസ് തന്നെ പറയാം. നമ്മൾ വേണ്ട ടേംസിന് എന്ത് ചെയ്യുക, ഒരുമിച്ചിട്ട് എഴുതുക. ഇത് ഇവിടെ സാധനം ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ. നമ്മളിനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈക്വൽ ടു അല്ല, ഇതിപ്പോൾ തൽക്കാലം ഇവിടെ നിങ്ങൾ ഇനി എന്ത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് LHSനെ പ്രൂവ് ചെയ്ത് RHSലേക്ക് എത്തിച്ചാൽ മതി. ഇതിങ്ങനെ എല്ലാ പ്രാവശ്യം ഇതിങ്ങനെ ഇവിടെ എഴുതണ്ടെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എഴുതാൻ പോകണം. കോൺസെപ്റ്റ് നമ്പർ 1, അതായത് ഇതിപ്പോൾ sin x + sin y ഫോർമാറ്റില്ലേ. നമ്മൾ sin x + sin y ഞാൻ ആ പറയുന്ന നിങ്ങൾ ട്രിഗ്നോമെട്രീൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന sin x + sin y ഫോർമുല എന്ന് പറയുന്നത് 2 sin x + y/2 ഇൻറ്റു cos x - y/2. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് ഇനി ഞാനിത് ചെയ്യാൻ പോവാം. sin 2x sin 6x. അപ്പോൾ 2 sin x + y അല്ലേ. അപ്പോൾ 6x + 2x/2 ഇൻറ്റു cos 6x x - y അല്ല. അപ്പോൾ 6x ഇതിപ്പോൾ എന്ന് പറയേണ്ടത് ഇത് x ആയിട്ട് എടുക്കുക, ഇത് y ആയിട്ട് എടുക്കുക. 6x എന്നുള്ളത് x ആയിട്ട് അല്ല, 2x എന്നുള്ള x ആയിട്ട് എടുക്കുക, 6x എന്നുള്ള y ആയിട്ട് എടുക്കുക. അപ്പോൾ 6x - 2x/2. ഇവിടെ ഒരു പ്ലസ് എന്തുണ്ട്, ഈ സാധനം എടുപ്പ് ഏത് ഇതാ. ഇത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു #, മാത്രം ഇടുന്നില്ല, അല്ല ഒരു എന്താണ് നമ്മളെ കൊട്ടേഷന്. കാരണം ഇത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഴുതാൻ കഴിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ 2 sin ഇതിപ്പോൾ 6x 6 ചക്ക + 2 ചക്ക 8 ചക്ക, 8 ചക്കേൻ്റെ പകുതി 4 ചക്ക ഇൻറ്റു കോസ് ഇത് 6 ചക്ക - 2 ചക്ക എന്താണ് 4 ചക്ക, 4 ചക്കേൻ്റെ പകുതി 2 ചക്ക. എന്താണ് ഇവിടെ ഒരു പ്ലസ് ഈ സാധനം 2 sin 4x ഈക്വൽ ടു 2 sin 4x ഇൻറ്റു cos 2x പ്ലസ് 2 sin 4x. ഇവിടെ നിങ്ങൾക്ക് എന്തോ സാധനം കോമൺ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് 2 sin 4x ആണ്, ഇതും 2 sin 4x ആണ്. ആകെ വലിയ വ്യത്യാസം ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല. ഇത് ഇതിൻ്റെ ഒപ്പം ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഈ സാധനമുണ്ട് cos 2x. ഇതെന്ത് ചെയ്യുക, ഇനി രണ്ട് സാധനം കോമൺ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ കോമൺലി പുറത്തെടുക്കുക. ഈ സാധനം കോമൺലി പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 sin 4xനെ പുറത്തെടുത്ത് ഇൻ്റെ ഇവിടെ എന്തായില്ലത് cos x പ്ലസ് ഇവിടെ എന്തായില്ലത് 1. അതായത് ഇതിൻ്റെ ഇത് 2 sin 4x ഇൻറ്റു cos 2x, ഇത് ഇൻറ്റു 1 എന്നാണ് പ്ലസ് 2 sin 4x. അപ്പോൾ ഞാൻ അതിനെ കോമൺ ആയിട്ട് എടുത്ത് ഇനി ഞാൻ എഴുതാൻ പോകുന്ന രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ഈ 1 എടുത്തതിനെ. ഈ cos 2xനെ നമുക്ക് കോൺസെപ്റ്റ് നമ്പർ 2 ഇത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി മര്യാദയ്ക്ക് പഠിക്കുന്ന ഒരാൾക്ക്, ആ ഫോർമുലാസ് എല്ലാം കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിന് ആൻസർ കിട്ടും. cos 2xനെ നമുക്ക് എങ്ങനെ എഴുതാം, പല രീതിയിൽ എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടില്ല എന്ന് പറയുന്നത് 2 cos square x - 1 എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. 2 cos square x - 1. അപ്പം ഞാൻ 4-5 ഫോർമുല cos 2xനുണ്ട്. അതിൽ എന്താണ് ഒരു ഫോർമുലയാണിത് 2 cos square x - 1. അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഇതിൻ്റെ പകരം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ 2 sin 4x ഇൻറ്റു 2 cos square x - 1. ഇവിടെ ഒരു +1 ഉണ്ടല്ലോ, +1 എഴുതി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെ -1 +1 കട്ടായി പോയി കാണുന്നുണ്ടോ? കണ്ട്. ഈക്വൽ ടു 2 sin 4x ഇൻറ്റു 2 cos square x. ഇനി എന്ത് ചെയ്യുക, ഇവിടെ 2 കാണുന്നുണ്ട്, ഇവിടെ 2 കാണുന്നുണ്ട്. 2 × 2 എത്രയാണ് 4 ഇൻറ്റു ഈ cos square x ഇവിടെ എഴുതി cos square x
ഇൻറ്റു സൈൻ 4x. ഇതാണോ നമ്മൾ RHS? 4 cos square x ഇൻറ്റു സൈൻ 4x ആണല്ലോ. അപ്പോൾ ദിസ് ഈസ് എന്താണ് RHS. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്ത്. ഇത് സിമ്പിളായിരുന്നു. ഒന്നാമത്തെ കോൺസെപ്റ്റ് സൈൻ 2x പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എന്നുള്ളത് അറിയാണ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോസ് 2x ഈക്വൽ 2 cos square x മൈനസ് 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനും അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ അറിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് എത്ര മാർക്ക് അതിന് കിട്ടുക? 3 മാർക്ക്. വളരെ എളുപ്പത്തിൽ 3 മാർക്ക് കിട്ടുന്ന ചോദ്യം ഇത്. NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ ആയത്. ഇറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. ഇത് ആദ്യം അതിൽ ചെയ്യുന്ന ആൾക്ക് ഇതൊന്ന് പകച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. വെരി ദാറ്റ് സിമ്പിൾ.